ത്രിപുരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണവുമായി സിപിഐഎം. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. മിക്കയിടങ്ങളിലും സുരക്ഷാസേന ഉണ്ടായില്ലെന്നും ബൂത്തുകളിൽ അട്ടിമറി നടന്നുവെന്നും യെച്ചൂരി പറഞ്ഞു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സുതാര്യത ഉറപ്പാക്കണമെന്നും യെച്ചൂരി കൂട്ടിച്ചേർത്തു. 4 booths where they should be repolling. And secondly, on the 18th is the second seat in Tripura that will go for polling. None of this should be repeated. And that is what we have requested the Election Commission. And about Bengal, the first phase of the voting, the 2 constituencies that went to polls, similar experience. Candidates are beaten up. His car was destroyed twice. And the police was just standing around. So if this is the state of the Indian democracy, we were telling the Election Commission, people have faith in you, Constitution has given you and only you the authority to conduct a free and fair poll. If that is failed... മതവിദ്വേഷ പരാമർശത്തിൽ യോഗി ആദിത്യനാഥിനും മായാവതിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്ക്. 3 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കരുതെന്ന് കമ്മീഷന്റെ നിർദ്ദേശം. സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനമാണ് ഇരുവർക്കുമെതിരെ നടപടിയെടുത്തത്. ഉപദേശങ്ങളും മുന്നറിയിപ്പും വിട്ട് കടുത്ത അച്ചടക്ക നടപടിയിലേക്ക് കടന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. BJP പ്രചാരണ റാലിയിൽ ഒരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ച് നടത്തിയ ബജറംഗ് ബലി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിന് 72 മണിക്കൂറിലേക്ക് കമ്മീഷൻ പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തി. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച മീററ്റിൽ നടന്ന പ്രചാരണ റാലിയിലാണ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച് യോഗി ആദിത്യനാഥിന്റെ വിദ്വേഷ പരാമർശം. ഭരണഘടന ഉറപ്പു നൽകുന്ന ഇന്ത്യയുടെ മതേതരത്വത്തെ ഉയർത്തിപ്പിടിക്കാൻ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കഴിഞ്ഞില്ലെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. നാളെ രാവിലെ 6 മണി മുതൽ തെരഞ്ഞെടുപ്പ് വിലക്ക് പ്രാബല്യത്തിലാകും. 3 ദിവസത്തേക്ക് പൊതുസമ്മേളനങ്ങൾ, റോഡ് ഷോകൾ, മാധ്യമ അഭിമുഖങ്ങൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണമൊന്നും യോഗി ആദിത്യനാഥ് നടത്താൻ പാടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. BSP അധ്യക്ഷ മായാവതിക്ക് 2 ദിവസത്തേക്കാണ് പ്രചാരണ വിലക്ക്. 1ാംഘട്ട വോട്ടിംഗിന്റെ അവസാന പ്രചാരണ ദിവസമായ 9-ാം തീയതി UPയിലെ സഹാറൻപൂരിൽ BSP സ്ഥാനാർത്ഥിക്ക് വേണ്ടി നടത്തിയ വോട്ടഭ്യർത്ഥനയിലാണ് മായാവതി പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയത്. മുസ്ലിങ്ങൾ കോൺഗ്രസ് വോട്ട് ചെയ്യരുതെന്നായിരുന്നു മായാവതിയുടെ പരാമർശം. മതം തിരിച്ച് മായാവതി നടത്തിയ പ്രസംഗം സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകൾ പോലും ലംഘിക്കുന്നതാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. ഇതാദ്യമായാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കമ്മീഷൻ അച്ചടക്ക നടപടിയുടെ ഭാഗമായി നേതാക്കൾക്ക് പ്രചാരണ വിലക്ക് ഏർപ്പെടുത്തുന്നത്. UPയിലെ 8 മണ്ഡലങ്ങളടക്കം 2ാം ഘട്ട പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ വന്ന വിലക്ക് BJPയുടെയും BSPയുടെയും പ്രചാരണത്തെ ബാധിക്കും. സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനത്തിന്റെ പശ്ചാത്തലത്തിലാണ് കമ്മീഷൻ നടപടി. ഇരുവർക്കും ഏർപ്പെടുത്തിയ പ്രചാരണ വിലക്ക് സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദില്ലി. സ്വന്തം അധികാര പരിധിയെക്കുറിച്ച് ബോധ്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങളെക്കുറിച്ച് നാളെ തന്നെ വിശദീകരണം നൽകാനും സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇതിനിടെ കോടതി അലക്ഷ്യ ഹർജിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സംഗത പുലർത്തുന്നുവെന്ന വിമർശനം ശക്തമാകവെയാണ് കമ്മീഷനെതിരെ സുപ്രീം കോടതിയും രംഗത്തെത്തിയത്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ നടപടികൾ സസൂക്ഷ്മം പരിശോധിക്കുന്നതിനായി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനായ സമിതി രൂപീകരിക്കണമെന്ന ഹർജി പരിഗണിക്കവേ ആദിത്യനാഥ്, മായാവതി തുടങ്ങിയ നേതാക്കൾ ജാതിയും മതവും പറഞ്ഞ് വോട്ട് പിടിച്ചതിൽ എന്ത് നടപടിയുണ്ടായെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ആരാഞ്ഞു. നോട്ടീസ് അയക്കാനും മാർഗനിർദ്ദേശങ്ങൾ നൽകാനും കേസെടുക്കാൻ നിർദ്ദേശിക്കാനുമുള്ള പരിമിതമായ അധികാരമേയുള്ളൂ. ഇത്തരം പ്രസംഗത്തിന്റെ പേരിൽ ആരെയും അയോഗ്യനാക്കാൻ അധികാരമില്ലെന്നുമായിരുന്നു കമ്മീഷന്റെ മറുപടിയിൽ തൃപ്തി വരാഞ്ഞതോടെയാണ് സ്വന്തം അധികാരപരിധിയെക്കുറിച്ച് ബോധ്യമില്ലേ എന്ന സുപ്രീം കോടതിയുടെ ചോദ്യം. തൊട്ടു പിന്നാലെ കമ്മീഷന്റെ അധികാരപരിധിയെക്കുറിച്ച് വിശദമായ പരിശോധന വേണമെന്നും നാളെ തന്നെ കമ്മീഷൻ പ്രതിനിധി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നും കോടതി വ്യക്തമാക്കി. ഭരണഘടനയുടെ 324-ാം വകുപ്പ് പ്രകാരം കമ്മീഷന്റെ അധികാരപരിധി വിശാലമാണെന്ന് ഹർജിക്കാരും വാദിച്ചു. അതേസമയം കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തിയെന്ന പരാമർശത്തിൽ വിശദീകരണം നൽകാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകി. 23-ന് കേസ് വീണ്ടും പരിഗണിക്കും മുൻപായി വിശദീകരണം നൽകണം. റഫാലിൽ പിന്നീട് പുറത്തുവന്ന രേഖകൾ പരിഗണിക്കണമോ എന്ന് മാത്രമാണ് പരിശോധിച്ചത്. കാവൽക്കാരൻ കള്ളനാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് സുപ്രീം കോടതിയും വിശദീകരിച്ചു. ശരത് കെ ശശി, ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പദത്തിനായി യെദ്യൂരപ്പ കോട നൽകിയതിന്റെ യഥാർത്ഥ ഡയറിക്കുറിപ്പ് പുറത്ത്.
കോൺഗ്രസാണ് ഡയറിക്കുറിപ്പ് പുറത്തുവിട്ടത്. BJP നേതൃത്വത്തിന് 1800 കോടി രൂപ കോഴ നൽകിയതിന്റെ കണക്കാണ് ഡയറിക്കുറിപ്പിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയണമെന്നും വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2008 മെയ് മുതൽ 2011 മെയ് വരെ മുഖ്യമന്ത്രിയായിരുന്ന യെദ്യൂരപ്പയുടെ കർണാടക നിയമസഭയുടെ ഔദ്യോഗിക ഡയറിയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഡയറിയിൽ കന്നഡ ഭാഷയിൽ സ്വന്തം കൈപ്പടയിലാണ് യെദ്യൂരപ്പ കോഴ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി പദത്തിനായി BJP ദേശീയ നേതൃത്വത്തിന് കോഴ നൽകിയെന്നാണ് ഡയറിയിൽ എഴുതിയിട്ടുള്ളത്. തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ യെദ്യൂരപ്പയ്ക്കും ഡയറിയിൽ പറയുന്ന നേതാക്കൾക്കും എതിരെ നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് കപിൽ സിബൽ ആവശ്യപ്പെട്ടു. യെദ്യൂരപ്പയെ അറസ്റ്റ് ചെയ്യണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. केस में जांच होनी चाहिए और क्योंकि आज लोकपाल का गठन हो गया है तो लोकपाल की पहली जांच यही होनी चाहिए और प्रधानमंत्री जी से सवाल पूछने चाहिए, इनके मंत्रियों से सवाल पूछने चाहिए और पूरी तरह से इन्वेस्टिगेशन होनी चाहिए. ഗഡ്കരി, ജെയ്റ്റ്ലി എന്നിവർക്ക് 150 കോടി വീതവും രാജ്നാഥ് സിംഗിന് 100 കോടിയും അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവർക്ക് 50 കോടി വീതവും BJP കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടിയും ജഡ്ജിമാർക്ക് 250 കോടിയും നൽകിയെന്നാണ് ഡയറിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ പേജിന് താഴെയും യെദ്യൂരപ്പയുടെ കയ്യൊപ്പുമുണ്ട്. 2017 മുതൽ ആദായ നികുതി വകുപ്പിന്റെ കൈവശം ഇതിന്റെ പകർപ്പുണ്ട്. എന്നാൽ നടപടി സ്വീകരിക്കാത്തതിന് യഥാർത്ഥ ഡയറി കണ്ടെത്താനായില്ല എന്ന വിശദീകരണമാണ് പ്രത്യക്ഷ നികുതി ബോർഡ് നൽകിയിരുന്നത്. നേരത്തെ ഡയറിയുടെ പകർപ്പും കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഇതോടെ കർണാടക തെരഞ്ഞെടുപ്പിന് 2 ദിവസം ബാക്കി നിൽക്കെ BJP കൂടുതൽ പ്രതിരോധത്തിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മതവികാരം വ്രണപ്പെടുത്തിയ പ്രസംഗത്തിൽ NK പ്രേമചന്ദ്രന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. മതവിദ്വേഷം പുലർത്തുന്ന പ്രസംഗങ്ങൾ പാടില്ലെന്ന് കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി. പ്രത്യക്ഷമായ പരോക്ഷമായ മതസ്പർദ്ധ പ്രചരിപ്പിക്കാൻ പാടില്ലെന്നും നിർദ്ദേശം. പരാതിക്കിടയാക്കിയ പരാമർശം ആവർത്തിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് താക്കീത് നൽകി. വിവാദ പ്രസംഗത്തിന്റെ വീഡിയോയും പ്രേമചന്ദ്രന്റെ വിശദീകരണവും പരിശോധിച്ച ശേഷമാണ് കമ്മീഷന്റെ നടപടി. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രസംഗത്തിനിടെ പ്രേമചന്ദ്രൻ മതസ്പർദ്ധയുണ്ടാക്കുന്ന പരാമർശം നടത്തിയത്. NK പ്രേമചന്ദ്രനെതിരെ ഇലക്ഷൻ കമ്മീഷന്റെ നടപടി അംഗീകരിക്കുന്നുവെന്ന് ഇടതുമുന്നണി. പ്രേമചന്ദ്രന് നൽകാവുന്ന നല്ല ശിക്ഷയാണ് താക്കീതെന്നും കൊല്ലം ലോക്സഭാ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റ് N. അനിരുദ്ധനും സെക്രട്ടറി K. വരദരാജനും പറഞ്ഞു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തിയെന്നാരോപിച്ച് ഇടതുമുന്നണി നൽകിയ ഒരു പരാതി അത് കളക്ടർ പരിശോധിക്കുകയും ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ പരിശോധിക്കുകയും ഇപ്പോൾ അദ്ദേഹത്തെ താക്കീത് ചെയ്തിരിക്കുകയാണ്. UDF സ്ഥാനാർത്ഥിയെ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ നേരിട്ടോ പ്രത്യക്ഷത്തിലോ അല്ലെങ്കിൽ പരോക്ഷമായിട്ടോ യാതൊന്നും പാടില്ല എന്ന കർശന നിർദ്ദേശമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം കൊല്ലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കമ്മിറ്റി ഇടതുമുന്നണി പ്രസിഡന്റ് കൂടിയായിട്ട് മുൻ MLA അനിരുദ്ധൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനിരുദ്ധൻ, ഇതിലെ ഈ ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇടതുമുന്നണി ഇക്കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ച നിലപാട് ഇതിൽ അംഗീകരിക്കുന്നുണ്ടോ? ഇടതുമുന്നണി ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ച നടപടി അംഗീകരിക്കുക. ഇത് ഇടതുമുന്നണി അംഗീകരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിൽ ഇടതുമുന്നണി ആരോപിച്ചിരുന്ന വസ്തുതകൾ ശരിയാണെന്ന് കളക്ടർക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥിയെ താക്കീത് ചെയ്തിരിക്കുകയാണ്. ഫലത്തിൽ ഇത് സ്ഥാനാർത്ഥിയെ താക്കീത് ചെയ്യണമെങ്കിൽ സ്ഥാനാർത്ഥി ഇലക്ഷൻ ഒഫൻസ് നടത്തിയെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതുകൊണ്ട് ആ താക്കീത് ഇടതുമുന്നണി അംഗീകരിക്കുന്നു. അത് മേലിൽ ആവർത്തിക്കരുതെന്ന് നിർദ്ദേശിച്ചിട്ടുമുണ്ട്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ജനപ്രാതിനിധ്യ നിയമം അദ്ദേഹം ലംഘിച്ചിട്ടുണ്ട്. സിറ്റിംഗ് MP ആണ്. അതുപോലെ തന്നെ പെരുമാറ്റ ചട്ടലംഘനവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പരാതി, ആ പരാതി അംഗീകരിച്ചുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുകയാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ പ്രചരണം നടത്തുന്നത്. അതേസമയം മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചരണം നടത്തിയെന്നുള്ളതായിരുന്നു ഇടതുമുന്നണിയുടെ പരാതി. ആ പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ഇടതുമുന്നണിക്ക് ഇപ്പോൾ ആശ്വസിക്കാം. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ.